Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ വൺ ഓഫ് എന്നുള്ള യൂസേജിനെ പറ്റി കുറച്ച് പഠിക്കാം. അപ്പോൾ ആദ്യം ഈ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഇതിലേതാണ് ശരിയെന്ന് തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യാം. One of my friend is coming today. One of my friends is coming today. One of my friends are coming today. അപ്പോൾ ഇതിലേതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്കൻഡ് സെൻറ്റൻസ് ആണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടുഡേ. അപ്പോൾ ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം നമ്മളൊരു പ്ലൂറൽ വേർബ് അല്ലേ ഉപയോഗിക്കേണ്ടത്. ഫ്രണ്ട്സ് ആർ എന്നല്ലേ പറയേണ്ടത്. പക്ഷേ കറക്റ്റായിട്ടുള്ളത് ഫ്രണ്ട്സ് ഈസ് എന്നാണ് വരുന്നത് ഈ വൺ ഓഫ് ഉപയോഗിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ ഇന്ന് നമുക്കതിനെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഇവിടെ പറയുന്നത് ഈ സെൻറ്റൻസിൽ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടുഡേ. പറയുന്നത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ ഒരാൾ ഇന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ വൺ ഓഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്ന് അല്ലേ. വൺ ഓഫ് ദ ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ ബേർഡ്സ് ഉണ്ട്, അതിൽ ഒരു ബേർഡ് എന്നാണ് അർത്ഥം. അപ്പോൾ വൺ ഓഫിൻ്റെ ശേഷം വരുന്ന നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൺ ഓഫ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടി അല്ലേ. ഒരു ഗ്രൂപ്പിലെ ഒരാൾ എന്ന അർത്ഥമാണ് വൺ ഓഫ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓൾവേസ് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ തന്നെ ഉപയോഗിക്കണം. പക്ഷെ അതിന് ശേഷം നമുക്ക് നോക്കാം നമ്മൾ സിംഗുലർ വേർബ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് കമ്മിങ് ടുഡേ. അപ്പോൾ ഹൂ ഈസ് കമ്മിങ് ടുഡേ? ആരാണ് ഈ സബ്ജക്റ്റ് ഈ സെൻറ്റൻസിലെ? ഫ്രണ്ട്സ് ആണോ സബ്ജക്റ്റ്? ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ടോ? എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് വരുന്നുണ്ടോ? വരുന്നില്ല അല്ലേ. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അല്ല. സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ഫ്രണ്ടാണ് അല്ലേ. എൻ്റെ ഒരൊറ്റ ഫ്രണ്ടേ ഇന്ന് വരുന്നുള്ളൂ. വൺ ഫ്രണ്ട് ഈസ് കമ്മിങ് ടുഡേ എന്നാണ് നമ്മൾ ശരിക്കും പറയുന്നത് അല്ലേ. അപ്പോൾ ആ സിംഗുലർ നൗൺ ആണത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ശേഷം സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നത്. ആ വേർബ് റെഫർ ചെയ്യുന്നത് ഒരു സിംഗുലർ പേഴ്സണെയാണ്. വൺ ഫ്രണ്ട് ഈസ് കമ്മിങ് ടുഡേ, അല്ലെങ്കിൽ വൺ ബേർഡ്, അല്ലെങ്കിൽ വൺ ചൈൽഡ്. ഇതെല്ലാം സിംഗുലറാണ്. അതുകൊണ്ടാണ് ഇതിന് ശേഷം ഒരു സിംഗുലർ വേർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൺ ഓഫിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമാറ്റ് ഇങ്ങനെ ആയിരിക്കണം. വൺ ഓഫ്, അതിനുശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ വേണം വരാൻ. അതിനുശേഷം എപ്പോഴും സിംഗുലർ വേർബ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും അല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സിംഗുലർ വേർബ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ചില കേസസിൽ നമ്മൾ പ്ലൂറൽ നൗൺ ഉപയോഗിച്ചാൽ കറക്റ്റ് ആയിരിക്കും. ഞാനത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വൺ ഓഫ് ദ ചൈൽഡ് ഓർ ചിൽഡ്രൻ ഹാസ് ഓർ ഹാവ് ഫീവർ. അപ്പോൾ എന്തായിരിക്കണം വരണ്ടേ? വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺ ആയിരിക്കണം. സോ വൺ ഓഫ് ദ ചിൽഡ്രൻ ഫോളോഡ് ബൈ സിംഗുലർ വെർബ്. സോ വൺ ഓഫ് ദ ചിൽഡ്രൻ ഹാസ് എ ഫീവർ. വൺ ഓഫ് ദ മങ്കി ഓർ monkeys pick or picks up the banana. അപ്പോൾ പ്ലൂറൽ നൗൺ ഏതാണ് ഇവിടെ? monkeys ആണ് പ്ലൂറൽ നൗൺ അല്ലേ. സോ വൺ ഓഫ് ദ monkeys സിംഗുലർ വേർബ് ഏതാണ്? പിക്സ് ആണ് സിംഗുലർ വേർബ്. പിക്സ് അപ്പ് ദ ബനാന. വൺ ഓഫ് ദ monkeys പിക്സ് അപ്പ് ദ ബനാന എന്നുള്ളതാണ് കറക്റ്റ്. അടുത്തത്, ഹീ ഈസ് വൺ ഓഫ് ദ മാൻ ഓർ മെൻ ഹു ഈസ് ഓർ ആർ ഇൻ ചാർജ് ഹിയർ. അപ്പം പ്ലൂറൽ നൗൺ ഏതാണ്? മെൻ. ഹീ ഈസ് വൺ ഓഫ് ദ മെൻ ഹു സിംഗുലർ വെർബ് ഈസ്. ഹീ ഈസ് വൺ ഓഫ് ദ മെൻ ഹു ഈസ് ഇൻ ചാർജ് ഹിയർ. ഇത് കറക്റ്റാണ്. പക്ഷേ ഈ സെൻറ്റൻസിൽ നമ്മൾ ഈ ആർ ഉപയോഗിച്ചാലും കറക്റ്റാണ്. ഹീ ഈസ് വൺ ഓഫ് ദ മെൻ ഹു ആർ ഇൻ ചാർജ് എന്ന് പറഞ്ഞാലും അത് ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആർ അവിടെ കറക്റ്റ് ആവുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈസു നമ്മൾ പറഞ്ഞപ്പോൾ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു
വൺ ഓഫ് ദ മെൻ അല്ലേ. മെൻ എന്നുള്ളതാണ് ആ ഗ്രൂപ്പായിട്ട് നമ്മൾ എടുത്തത്. മെൻ, ഒരുപാട് മെൻ ഉണ്ട്, അതിലൊരാൾ അല്ലേ. പക്ഷെ നമ്മൾ ഇവിടെ വേറൊരു രീതിയിൽ ഈ ഗ്രൂപ്പിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹീ ഈസ് വൺ ഓഫ് ദ മെൻ ഹൂ ആർ ഇൻ ചാർജ്. മെൻ ഹൂ ആർ ഇൻ ചാർജ് അത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. ഇവിടെ ഇൻ ചാർജ് ആയിട്ടുള്ള കുറച്ച് മെന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ആണ് ഇവിടെ ഇൻ ചാർജ് ആയിട്ടുള്ളത്. ആ ഗ്രൂപ്പിലെ ഒരാളാണ് ഈ ഹീ എന്ന് പറയുന്ന വ്യക്തി അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആർ എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് മെന്നിനെയാണ്, മെൻ ഹു ആർ ഇൻ ചാർജ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ആർ ഉപയോഗിക്കാൻ പറ്റും, കാരണം ആർ ഇസ് റെഫറിങ് ടു ദ പ്ലൂറൽ നൗൺ. ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ആർ ഇസ് നോട്ട് റെഫറിങ് ടു വൺ ഓഫ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആറും ഓക്കെ ആവുന്നത്. റിയലി ഗ്രാമർ റൂൾസ് വെച്ച് ഈ ആറാണ് അവിടെ കറക്റ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഗ്രാമർ റൂൾസ് ഞാൻ പറയാം. ഇങ്ങനെ നമ്മൾ വൺ ഓഫ് ഫോളോഡ് ബൈ പ്ലൂറൽ നൗൺ, ഓൾവേസ് പ്ലൂറൽ നൗൺ ഫോളോഡ് ബൈ ദാറ്റ് ഹൂ. ദാറ്റോ ഹൂവോ ഈ വൺ ഓഫിന് ശേഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്നത് ഒരു പ്ലൂറൽ വേർബ് ആയിരിക്കണം എന്നാണ് ഗ്രാമർ റൂൾസ് പറയുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആറാണ് കറക്റ്റായിട്ട് ഇവിടെ വരേണ്ടത്. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് ദോസ് ഗ്രാമർ റൂൾസ് ദാറ്റ് നീഡ്സ് ചേഞ്ചിങ്. കാരണം കൂടുതൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഒരു സിംഗുലർ വേർബാണ് ഉപയോഗിക്കുന്നത്. വൺ ഓഫിൻ്റെ ശേഷം ദാറ്റും ഹൂവും വരുമ്പോഴായാലും മോസ്റ്റ് ഓഫ് ദ ടൈം നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു സിംഗുലർ വേർബാണ്. അതുകൊണ്ട് അത് വളരെ അക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഗ്രാമർ റൂൾസിൽ അനുസരിച്ച് പ്ലൂറൽ വേർബ് കറക്റ്റ് ആയതുകൊണ്ട് അതും കറക്റ്റാണ്. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ബോത്ത് ഈസ് ആൻഡ് ആർ കറക്റ്റ് ഇൻ ദിസ് സെൻറ്റൻസ്. ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ ബുക്ക് ഓർ ബുക്സ് ദാറ്റ് ഹാസ് ഓർ ഹാവ് ഇൻഫ്ലുവൻസ്ഡ് മീ. അപ്പം ദിസ് ഈസ് വൺ ഓഫ് ദ, അതിനുശേഷം പ്ലൂറൽ നൗൺ ആയിരിക്കണം. സോ ബുക്സ് ആയിരിക്കണം അവിടെ. ദിസ് ഈസ് വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഹാസ് ഓർ ഹാവ്, രണ്ടും കറക്റ്റാണ്. ഹാസ് ഉപയോഗിച്ചാലും കറക്റ്റാണ്, ഹാവ് ഉപയോഗിച്ചാലും ഇവിടെ കറക്റ്റാണ്. കാരണം വൺ ഓഫിന് ശേഷം ദാറ്റ് വരുന്നതുകൊണ്ട് രണ്ടും ഈ സെൻറ്റൻസിൽ കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾ ഓർ ഗേൾസ് ഹു ഈസ് ഓർ ആർ പാർട്ട് ഓഫ് ദ ടീം. അപ്പോൾ ഇവിടെ പ്ലൂറൽ നൗൺ ആണ് വൺ ഓഫിന് ശേഷം വരുന്നത്. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ്. അതിനുശേഷം ഒരു ഹൂ വരുന്നുണ്ട്. ഹൂ വരുന്നത് കാരണം അതിന് ശേഷമുള്ള വേർബ് സിംഗുലറും ആകാം പ്ലൂറലും ആകാം, രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈസ് വന്നാലും ആർ വന്നാലും കറക്റ്റാണ്. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഹൂ ഈസ് പാർട്ട് ഓഫ് ദ ടീം എന്ന് പറഞ്ഞാലും ഹൂ ആർ പാർട്ട് ഓഫ് ദ ടീം എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് ഓക്കെയാണ്. ഹീ ഈസ് ദ ഓൺലി വൺ of the athlete or athletes in this team who has or have been to the Olympics. അപ്പോൾ വൺ ഓഫിന് ശേഷം നമ്മൾ പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് ആത്ലീറ്റ്സ് പറയണം അല്ലേ. അതിന് ശേഷം ഹാസ് ആണോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഈ സെൻറ്റൻസിൽ രണ്ടും കറക്റ്റ് അല്ല. അതിന് മുമ്പ് ഒരു ഹൂ വരുന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടും അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഹാസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹാസ് ആണ് അവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. ഹാവ് ഉപയോഗിച്ചാൽ അത് ശരിയല്ല. എന്താണ് വ്യത്യാസം ഇവിടെ ഈ സെൻറ്റൻസിൽ? ഈ സെൻറ്റൻസിൽ ആ ഓൺലി വരുന്നുണ്ട്. ദ ഓൺലി വൺ എന്നാണ് നമ്മൾ പറയുന്നത്. ദ ഓൺലി വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ് അല്ലേ. അപ്പം ഈ ആത്ലീറ്റുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ ഒളിമ്പിക്സിൽ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെൻ ഹു ആർ ഇൻ ചാർജ് എന്നുള്ളത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തായിരുന്നു അല്ലേ. അതേപോലെ ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റുമോ? ആത്ലീറ്റ്സ് ഹു ഹാവ് ബിൻ ടു ദ ഒളിമ്പിക്സ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ട് ഇവിടെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഗ്രൂപ്പിൽ ഒരൊറ്റ ആളേ ഉള്ളൂ. കാരണം ഈ കൂട്ടത്തിൽ ഒരൊറ്റ ആളെ പോയിട്ടുള്ളൂ ഒളിമ്പിക്സിൽ അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ സെൻറ്റൻസിൽ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഇത്
ചെയ്യാൻ പറ്റത്തുള്ളൂ. സബ്ജക്റ്റ് എപ്പോഴും വൺ ഓഫ് ആയിരിക്കും അല്ലേ. ആത്ലീറ്റ്സ് എന്നുള്ളത് സബ്ജക്റ്റ് ആക്കാൻ പറ്റുകയില്ല, കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിലൊരാളേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു രീതിയേ ഉള്ളൂ, വിച്ച് ഇസ് ഹാസ്. അതുകൊണ്ട് ദി ഓൺലി വൺ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം എപ്പോഴും സിംഗുലർ വേർബ് തന്നെ വരണം. നമുക്കിതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. This is the only one of the cars in the showroom that has or have a convertible roof. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റായിട്ട് വരേണ്ടത്? ദി ഓൺലി വൺ ഉള്ളത് കൊണ്ട് നമ്മളിവിടെ വൺ ഓഫിന് ശേഷം ദാറ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ സിംഗുലർ വേർബ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ഓൺലി വൺ ഓഫ് ദ കാർസ് ഇൻ ദ ഷോറൂം that has a convertible roof. She is the only one of the teachers in the school who teach or teaches physics. അപ്പോൾ ഇവിടെ ഓൺലി വൺ ഉള്ളത് കൊണ്ട് ഹൂ ഉണ്ടെങ്കിലും അതിന് ശേഷമായാലും നമ്മൾ സിംഗുലർ വേർബ് തന്നെ ഉപയോഗിക്കണം. അപ്പം ടീച്ചേഴ്സ് ഫിസിക്സ് വേണം പറയാനിവിടെ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വൺ ഓഫിൻ്റെ യൂസേജ് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.